നമസ്കാരം. ഇന്ത്യൻ ദക്ഷിണാഫ്രിക്ക T20 പരമ്പര പൂർത്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്ന താരങ്ങളിൽ ഒരാൾ സഞ്ജു സാംസൺ ആണ്. ആദ്യ മത്സരത്തിലും നാലാം മത്സരത്തിലും സെഞ്ചുറി പ്രകടനങ്ങളോടെ ഇന്ത്യയുടെ ഹീറോയായി മാറാൻ സഞ്ജുവിനായിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി പ്രകടനം നടത്തിയ സഞ്ജു അവസാന 5 T20യിൽ നിന്ന് നേടിയത് 3 സെഞ്ചുറികളാണ്. തുടർച്ചയായി അവഗണിക്കപ്പെട്ട താരമാണ് സഞ്ജു. എന്നാൽ ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായും സൂര്യകുമാർ യാദവ് നായകനായും എത്തിയതോടെ സഞ്ജു സാംസണെ ഓപ്പണർ സ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഇതോടെ സഞ്ജുവിന്റെ പ്രകടന നിലവാരവും മെച്ചപ്പെട്ടിട്ടുണ്ട്. മികച്ച പ്രകടനത്തോടെ സഞ്ജു ഓപ്പണിംഗിൽ മിന്നിക്കുന്നുണ്ട്. എന്നാൽ ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തും എല്ലാം തിരിച്ചെത്തുമ്പോൾ സഞ്ജു T20 ടീമിൽ ഉണ്ടാകുമോ, തുടർന്നാലും ഓപ്പണർ റോൾ കിട്ടുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. പല ആരാധകരുടെയും സംശയം കൂടിയാണിത്. ഇപ്പോഴിതാ സഞ്ജു സാംസൺ ഓപ്പണറായി തുടരുമോ എന്ന കാര്യത്തിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് തന്നെ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഓപ്പണർ റോളിൽ തുടരുക സഞ്ജു സാംസണിന് പ്രയാസമായിരിക്കുമെന്നാണ് സൂര്യകുമാർ യാദവ് പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരസമ്പന്നമാണ്. ഒരേ സമയം 3 ടീമിനെ ഇറക്കാനുള്ള താരസമ്പത്ത് നിലവിൽ ഇന്ത്യൻ ടീമിന് അവകാശപ്പെടാനാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ തുടരാൻ ഏറ്റവും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. സഞ്ജു സാംസൺ 5 മത്സരത്തിൽ നിന്ന് 3 സെഞ്ചുറി നേടിയപ്പോൾ 2 മത്സരത്തിൽ ഡെക്കിനാണ് പുറത്തായത്. സ്ഥിരതയില്ലായ്മയും സഞ്ജുവിനെ സംബന്ധിച്ച് തിരിച്ചടിയാവാൻ സാധ്യതയുള്ള കാര്യമാണ്. സഞ്ജു സാംസണിന്റെ ഓപ്പണർ റോള് സ്ഥിരമാകുന്നതിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സമയത്തിൽ ജീവിക്കുക എന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോഴത്തെ പരമ്പരയിൽ മാത്രം ശ്രദ്ധിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഞ്ജുവിനെ സ്ഥിരമായി ഓപ്പണറാക്കുന്ന കാര്യം പരിശീലകരോടൊപ്പം ഇരുന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇത് വലിയ തലവേദന നൽകുന്നതും പ്രയാസമുള്ളതുമായ കാര്യമാണ്. 20-25 താരങ്ങളിൽ നിന്ന് 15 അംഗ ടീമിനെ തിരഞ്ഞെടുക്കുക എന്നത് വലിയ തലവേദനയാണ്. എന്നാൽ ഭാഗ്യവശാൽ ഈ തലവേദന സെലക്ടർമാർക്കും പരിശീലകർക്കുമാണുള്ളത് എന്നാണ് സൂര്യകുമാർ പറയുന്നത്. സഞ്ജു സാംസൺ ബംഗ്ലാദേശിനെതിരെ 1 സെഞ്ചുറി നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറിയും നേടി. എന്നാൽ കരുത്തുറ്റ ബൗളർമാരെ നേരിട്ടല്ല സഞ്ജുവിന്റെ ഈ പ്രകടനം. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ വിശ്വസ്തനായ ഓപ്പണർ എന്ന് വിളിക്കാറായിട്ടില്ല. ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളിനെയാണ് കാണുന്നത്. മറുവശത്ത് രോഹിത് ശർമ്മ വിരമിച്ചതോടെ ഒഴിവുണ്ട്. ഈ സീറ്റിലേക്ക് ആരെന്നത് സെലക്ടർമാരുടെ പരിഗണനയിലുള്ള ചോദ്യമാണ്. സഞ്ജു പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ മുഖ്യ പരിഗണന ശുഭ്മാൻ ഗില്ലിനാണ്. ഇന്ത്യ അടുത്ത നായകനായി വളർത്തിക്കൊണ്ടുവരുന്ന താരമാണ് ഗില്ല്. ഇതിനോടകം ഏകദിന ഇരട്ട സെഞ്ചുറി നേടാനും T20യിൽ സെഞ്ചുറി നേടാനും ഗില്ലിന് സാധിച്ചിട്ടുണ്ട്. മികച്ച ടീമുകൾ ശക്തമായ കരുത്തോടെ ഇറങ്ങുമ്പോൾ സഞ്ജുവിനെ ഓപ്പണർ റോളിൽ വിശ്വസിക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറാവുമോ എന്നതാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത്. സഞ്ജു സാംസൺ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. ഓപ്പണിംഗിൽ ലഭിച്ച അവസരങ്ങളെ സഞ്ജു നന്നായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഭയമില്ലാതെ പവർ പ്ലേ മുതലാക്കി കളിക്കാനും സഞ്ജു സാംസണ് സാധിക്കുന്നുണ്ട്. എന്നാൽ ഋഷഭ് പന്ത് തിരിച്ചെത്തുമ്പോൾ സഞ്ജുവിന് 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കേണ്ടി വരുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് തന്നെ പറയാം.